ഓം ശ്രീരമണായ നമഃ. ചേക്കിഴാർ പെരിയ പുരാണമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിയ പുരാണത്തിൽ കൈലാസത്തിൽ വച്ചിട്ട് മുനിശ്രേഷ്ഠന്മാർ ഉപമന്യു മുനിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് സുന്ദരർ ദക്ഷിണ ദിക്കിലാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മുനിമാർ ഉപമന്യു മുനിയോട് ചോദിച്ചു, എന്താണ് ദക്ഷിണ ദിക്കിൻ്റെ പ്രാധാന്യം? അതിന് ഉപമന്യു മുനി മറുപടി പറയുന്നു, അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, 10 ദിക്കുകളിലും വച്ച് ദക്ഷിണ ദിക്ക് വൈശിഷ്ട്യമുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഭഗവാൻ ജഗദംബയെ സന്തോഷിപ്പിക്കാനായി ആനന്ദ താണ്ഡവമാടുന്ന പുണ്യമേറിയ പുണ്ടരീകപുരം സ്ഥിതി ചെയ്യുന്നത്. പുണ്ടരീകപുരം എന്ന് വെച്ചാൽ ചിദംബരം. അവിടെയാണ് ചിദംബര ക്ഷേത്രത്തിലെ നടരാജ വിഗ്രഹം വളരെ ശ്രദ്ധേയമാണ്. അതിപ്രാചീനമായ ചിദംബരം ക്ഷേത്രത്തിൽ ശിവൻ ആനന്ദ നൃത്തം ആടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ചിദംബര ക്ഷേത്രത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലെ കഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം പറയാം. അതായത് ചേക്കിഴാർ സ്വാമികൾ തൻ്റെ 19ാമത്തെ വയസ്സിൽ ഈ ചിദംബരം ക്ഷേത്രത്തിൻ്റെ 1000 മണ്ഡപത്തിലിരുന്നാണ് പെരിയ പുരാണം രചിക്കുന്നത്. അങ്ങനെ പെരിയ പുരാണം ചിദംബരേശൻ്റെ മുമ്പിൽ വച്ചാണ് ആലേഖനം ചെയ്യപ്പെട്ടത് എന്നതാണ് ഈ ചിദംബരം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ പെരിയ പുരാണത്തിലെ 63 മഹായോഗികളും ചിദംബര ക്ഷേത്രവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ എല്ലാം ആരാധ്യ ദൈവം ചിദംബര ക്ഷേത്രത്തിലെ ആ നടരാജനാണ്. ആ നടരാജനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവർ എപ്പോഴും തങ്ങളുടെ കവിതകളും ജീവിതവും എല്ലാം സമർപ്പിച്ചത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ചിദംബരം ക്ഷേത്രം ഇവിടെയാണ്, ദക്ഷിണദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ശിവൻ വ്യാഘ്രപാദമുനിയെ അനുഗ്രഹിച്ച ഇടമാണ് ഈ സ്ഥലം. ഇവിടെയാണ് വ്യാഘ്രപാദമുനിയെ ശിവൻ അനുഗ്രഹിച്ചത്. വ്യാഘ്രപാദമുനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവ്യ പുരുഷനാണ്. പിന്നെ ഭൂമിദേവിയുടെ ഹൃദയകമലമായ തിരുവാരൂർ, പിന്നെ ജഗദംബ സ്വയം തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തിയ കാഞ്ചി, നമ്മുടെ നാഥനായ നന്ദിയുടെ തപസ്സിൽ പ്രസാദിച്ച് ഭഗവാൻ ദർശനം നൽകിയ തിരുവയ്യാർ, അവിടെ വച്ചിട്ടാണ് നന്ദിക്ക് ദർശനം കൊടുത്തത്. പിന്നെ സീർക്കാഴി തുടങ്ങി എണ്ണമറ്റ പുണ്യസ്ഥലങ്ങൾ ദക്ഷിണ ദിക്കിലുണ്ട്. ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകളൊക്കെ ഒരുപാട് പറയാനുണ്ട്. അത് പെരിയ പുരാണ കർത്താവ് വിവരിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. അതുപോലെ സീർക്കാഴി, ഗോകർണം, രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളും ഇവിടെയാണ്. പിന്നെ സുന്ദരർ ജനിച്ചത് തിരുവാരൂരിലെ വാൽമീകിനാഥൻ്റെ പ്രേരണയാൽ ആണ് അദ്ദേഹം തിരുവാരൂരിൽ ജനിച്ചത്. പിന്നെ തിരുത്തൊണ്ടത്തുക എഴുതിയതും വാൽമീകിനാഥൻ്റെ പ്രേരണയാലാണ്. അതായത് വാൽമീകിനാഥനാണ് ഈ തിരുത്തൊണ്ടത്തുക സുന്ദരാമൂർത്തി നായനാർക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് വാൽമീകിനാഥൻ എന്ന് പറയുന്നത് പൂങ്കോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ദേവാലയത്തിലെ പ്രധാനപ്പെട്ട ദേവനാണ് വാൽമീകിനാഥൻ. ഈ വാൽമീകിനാഥനായ ശിവൻ ഈ പേര് വരാനൊരു കാരണമുണ്ട്. ഈ ചിതൽപുറ്റിനുള്ളിലാണത്രേ ഈ വിഗ്രഹം കണ്ടെത്തിയത്.
അങ്ങനെ ചിതൽപുറ്റിൽ നിന്ന് കണ്ടെത്തിയ വിഗ്രഹമായതുകൊണ്ട് ആ നാഥനെ വാൽമീകനാഥൻ എന്ന് ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വാൽമീകനാഥൻ അദ്ദേഹത്തിൻ്റെ ഭക്തനായ സുന്ദരർക്ക് തിരുത്തൊണ്ടത്തുക മുഴുവനും പറഞ്ഞു കൊടുത്തെഴുതിച്ചു. പിന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നദി ഇവിടെ ഒഴുകുന്നുണ്ട്. ഫലഭൂയിഷ്ടമായൊരു നദിയാണ്. ആ നദിയാകട്ടെ ഹിമാലയത്തിൽ നിന്ന് തെക്കോട്ട് നീങ്ങിയ അഗസ്ത്യ മഹർഷിയുടെ കൺമണ്ഡലൂരിലുള്ള വെള്ളം തുളുമ്പി താഴെ വീണു. ആ വെള്ളമാണ് പിന്നീട് കാവേരി ആയിട്ട് ഒഴുകുന്നത്. അങ്ങനെ അഗസ്ത്യമുനിയുടെ കമണ്ഡുവലിൽ നിന്നാണ് ഈ കാവേരി നദി എന്ന ഗംഗാനദി പ്രവഹിച്ചത്. ശൈവം എന്ന മഹാപർവ്വതത്തിൽ നിന്ന് ലോകരുടെ ഉപകാരത്തിനായി ഉടലെടുത്ത പോലെയുള്ള ഈ നദി ഇരുകരകളിലും നിരവധി ക്ഷേത്രങ്ങളോട് കൂടിയതാണ്. ഇതിലെ വളം ചോഴനാട്ടിലെ വയലുകളെയെല്ലാം സമ്പൽ സമർത്ഥമാക്കുന്നു. പിന്നെ അവിടെ എരുമകൾ, കന്നുകൾ ഇവയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നിറയെ നെൽക്കൂമ്പാരങ്ങൾ ആകാശം വരെ എത്തുന്നു എന്നാണ് പറയുന്നത്. പിന്നെ താമരപ്പൊയ്കളും നിത്യഹരിതങ്ങളായ മരുത പൂക്കളും എല്ലാം ഇവിടെയുണ്ട്. പിന്നെ വാഴത്തോപ്പ്, അതേപോലെയുള്ള ഒരുപാട് തെങ്ങ്, കവുങ്ങ്, കരിമ്പ്, വാഴ ഇതൊക്കെ ധാരാളമായി ഉണ്ടാകുന്ന സമ്പൽ സമർത്ഥമായ നാടാണിത്. പിന്നെ നാട്ടിൽ മുഴുവനും വിവിധ തൊഴിലുകൾ ചെയ്ത് അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു. ജനപദങ്ങളിൽ വേദവിധി പ്രകാരം വർത്തിക്കുന്ന അന്തണന്മാരും ശിവാരാധകർ നിറഞ്ഞ മഠങ്ങളും വേണുധ്വനികൾ മുഴങ്ങുന്ന സംഗീതാലയങ്ങളും ഇവിടെ ധാരാളമുണ്ട്. വീഥികളിൽ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ജനസമൂഹത്തെ എപ്പോഴും കാണാം. പിന്നെ ഗ്രഹങ്ങളിൽ ഭക്തന്മാർക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന സ്ത്രീജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആരോഗ്യവാന്മാരായ ബാലികാബാലന്മാർ അവിടെയെല്ലാം കളിയാടുന്നത് കാണാം. പിന്നെ എവിടെയും ശിവപഞ്ചാക്ഷര ജപത്തിൻ്റെ ശബ്ദം ചോഴനാട്ടിലെപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. നാട്ടിൽ ദുർഭിക്ഷ എല്ലാം ഇല്ലാതാകുകയും ശക്തന്മാരായ രാജാക്കന്മാർ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു. ഇതിലെ രാജാക്കന്മാരെ കുറിച്ചിട്ടും പെരിയ പുരാണകർത്താവായ ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നുണ്ട്. അതിലൊരു രാജാവിൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ രാജാവ്, അതായത് സുന്ദരമൂർത്തി നായനാരുടെ സമകാലികനായ ചോഴ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കുലോത്തുംഗ ചോളൻ്റെ മുൻഗാമിയായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മനുനീതി ചോഴൻ എന്നാണ്. കുലോത്തുംഗ ചോളൻ്റെയും വളരെ മുൻഗാമിയായ ഒരു രാജാവാണ് മനുനീതി ചോഴൻ എന്ന രാജാവ്. ഈ മനുനീതി ചോഴൻ്റെ ജീവിതകഥയും ഇവിടെ ജീവിതകഥയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവവും ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നുണ്ട്. നമുക്ക് ആ കഥയിലേക്കും കൂടി കിടക്കാം. അതായത് ഈ മനുനീതി ചോഴൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു മകനുണ്ടായി, ശ്രേഷ്ഠനായ മകൻ. ആ മകൻ്റെ ബാല്യകാലത്ത് രഥത്തിൽ ഈ മന്ത്രിമാരോടൊത്ത് ഈ ബാലൻ തെരുവിലൂടെ രാജവീതിയിലൂടെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ഒരു പശുക്കുട്ടി എതിരെ വരികയും ഈ രഥത്തിൽ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ രഥചക്രം ആ പശുക്കുട്ടിയുടെ മേലിൽ കൊണ്ട് പശുക്കുട്ടി ചത്തുപോയി. പശുക്കുട്ടിയുടെ അടുത്ത് തന്നെ പശുക്കുട്ടിയുടെ അമ്മ പശു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ അമ്മ പശു ദുഃഖം കൊണ്ട് അലറി വിളിച്ച് നേരെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. എന്നിട്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടുത്തെ മണി കൊമ്പുകൊണ്ട് ആട്ടി മുഴക്കി. ആരാണ് ഈ മണിയടിക്കുന്നത് എന്ന് കരുതി രാജാവ് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ പശു കരഞ്ഞ് നിലവിളിക്കുകയാണ്.
അപ്പോഴേക്കും രാജാവിൻ്റെ ചെവിയിൽ ആ സംഭവം എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് മന്ത്രിമാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പശുക്കുട്ടി ബാലൻ്റെ രഥം, അങ്ങയുടെ മകൻ്റെ രഥം കൊണ്ട് മരിച്ചുപോയി. അതിൻ്റെ ദുഃഖത്താലാണ് ഈ അമ്മ പശു വന്ന് ഇവിടെ നിലവിളിച്ച് അങ്ങയോട് ഈ വേദന ദുഃഖങ്ങൾ പറയുന്നത്. രാജാവ് ഉടനെ തന്നെ തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, രഥചക്രം തൻ്റെ മകൻ്റെ മേലെ ഉരുട്ടി മകനെ വധിക്കാൻ ആജ്ഞാപിച്ചു. പക്ഷേ മന്ത്രിക്ക്, ധർമ്മസങ്കടത്തിൽപ്പെട്ട മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം രാജാജ്ഞ നിരസിക്കാനും പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ ഈ മന്ത്രി പെട്ടുപോയി. അദ്ദേഹം നേരെ പോയി ആത്മഹത്യ ചെയ്തു. രാജാവ് പിന്തിരിഞ്ഞില്ല. രാജാവ് സ്വയം തേരോടിച്ചുകൊണ്ട് മകനെ രാജവീതിയിൽ കിടത്തിക്കൊണ്ട് ആ തേര് ഈ മകൻ്റെ മേലെ ഓടിച്ച് കയറ്റി. അങ്ങനെ ഓടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ശിവപാർവതിമാർ അവിടേക്ക് എത്തിച്ചേരുകയും ശിവപാർവതിമാർ ഈ മനുനീതി ചോളനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മരിച്ചുപോയ എല്ലാവരെയും ഞങ്ങൾ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ചുപോയ പശുക്കുട്ടി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഭഗവാനും പാർവതി ദേവിയും കൂടി പുനർജീവിപ്പിച്ചു. ഈ കഥ ചോഴ മണ്ഡലത്തിൽ എപ്പോഴും ജനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മനുനീതി ചോളൻ എന്ന രാജാവ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ അത്രമേൽ നീതിമാനായിരുന്നു. തുടർന്ന് വന്ന എല്ലാ രാജാക്കന്മാരും ഇതേപോലെ നീതിമാന്മാരായിരുന്നു. അവർ മനുനീതി ചോളനെയാണ് എപ്പോഴും മാതൃകയാക്കിയത്. അങ്ങനെ നീതിമാനായ രാജാക്കന്മാരാണ് എപ്പോഴും ചോഴമണ്ഡലം ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ജനങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു. മാത്രമല്ല അവിടെ ദാരിദ്ര്യം ലവലേശം ഉണ്ടായിരുന്നില്ല. രാജാവിൻ്റെ ഭരണം പോലെ ഇരിക്കും രാജ്യത്തുണ്ടാകുന്നത്. രാജ്യം സമ്പൽ സമർത്ഥമായി. കാവേരി നദി കരകവിഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. അതിലെ വെള്ളം ഒരിക്കലും വറ്റുമായിരുന്നില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമായ കാവേരി നദിയിലെ ജലം കൊണ്ട് അവിടെ കൃഷി സമർത്ഥമായി വിളഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ചോള രാജ്യത്തെക്കുറിച്ചിട്ട് ഇവിടെ നമ്മുടെ പെരിയ പുരാണ കർത്താവായ ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നുണ്ട്. ഇതാണ് ചോഴമണ്ഡലത്തിൻ്റെ സവിശേഷതയായിട്ട് അദ്ദേഹം കുറേ ശ്ലോകങ്ങളിലാണ് ഇത് വിവരിക്കുന്നത്. അതിൻ്റെ രത്ന ചുരുക്കം മാത്രമേ നമ്മളിവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ശിവനാമോച്ചാരണം ചെയ്യുന്നൊരു അമ്പലം അവിടെയുണ്ട്. പൂങ്കോയിൽ എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. അവിടെ എപ്പോഴും ശിവനാമോച്ചാരണം മുഴങ്ങിക്കൊണ്ടിരിക്കും. പഞ്ചാക്ഷരി മന്ത്രം എപ്പോഴും 24 മണിക്കൂറും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പൂങ്കോയിൽ എന്ന വാൽമീകി നാഥാലയം. അവിടെ വാൽമീകനാഥനാണ് പ്രതിഷ്ഠ. നേരത്തെ പറഞ്ഞ ആ വാൽമീകനാഥൻ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. വാൽമീകനാഥനാണ് ഇവിടെ കുലദൈവം. ഈ രാജാക്കന്മാരുടെ കുലദൈവവും വാൽമീകനാഥനാണ്. ആ കുലദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ പൂജകളും അർപ്പിക്കുന്നത് ആദ്യം ചെയ്യുന്ന രാജാക്കന്മാരുടെ കർത്തവ്യം അതാണ്. വാൽമീകിനാഥൻ്റെ ക്ഷേത്രത്തിൽ പൂജകൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഓരോ രാജാവും ഓരോ ദിവസവും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ വാൽമീകനാഥനാണ് ആ ചോളമണ്ഡലത്തെ ഇത്രയേറെ സമ്പൽ സമർത്ഥമാക്കി മാറ്റിയത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ വാൽമീകനാഥൻ്റെ മുമ്പിൽ ജനങ്ങൾ അവിടെ എപ്പോഴും അനേകായിരം ജനങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും പെരിയ പുരാണ കർത്താവായ ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നുണ്ട്. പൂങ്കോയിലെ ദേവാശ്രീയ മണ്ഡപം എന്ന 1000 കൽ മണ്ഡപത്തിൽ
അസംഖ്യം ശിവഭക്തന്മാർ പാദപൂജയ്ക്കായി നിറഞ്ഞിരിക്കുക പതിവായിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം ഭക്തിപാരമ്യം മൂലം പ്രത്യേകമായ ശിവകടാക്ഷം പതിഞ്ഞവർ മാത്രമാണ് അവിടെ എത്തിച്ചേരുകയുള്ളൂ. അവർക്ക് മാത്രമേ ആ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. 62 നാമങ്ങളെ വഹിച്ചവരെ പേര് പറഞ്ഞ് അവരുടെ പാദസേവകനാണ് താനെന്ന് പ്രകീർത്തിച്ചുകൊണ്ട് സുന്ദരമൂർത്തി നായനാർ പാടിയ തിരുപ്പതികമാണ് തിരുത്തൊണ്ടത്തുക. അത് ഇവിടെ നിന്നും ആലാപനം ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്രശസ്തമായ കൃതിയിൽ അടിയാർക്ക് മടിയേൻ എന്നുള്ള ദാസസ്ഥാനം താൻ തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള ആ കൃതി ശിവഭക്ത സ്തുതിമാലകളിൽ നടുനായകല ഇന്നും വിളങ്ങുന്നുണ്ട്. ഇന്നും വാൽമീകിനാഥ ക്ഷേത്രത്തിൽ തിരുത്തൊണ്ടത്തുക പാടുന്നുണ്ട് സുന്ദരമൂർത്തി നായനാർ. അടിയാർക്ക് മടിയേൻ എന്ന് പാടിക്കൊണ്ടുള്ള പാട്ടാണത്. നമുക്കത് എടുക്കുമ്പോൾ കാണാം. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: തില്ലൈ വാഴ്ந்த അന്തണർദം അടിയാർക്ക് മടിയേൻ എന്ന വരി സുന്ദരൻ്റെ അഭ്യർത്ഥന പ്രകാരം വാൽമീകിനാഥൻ തന്നെയാണ് ചൊല്ലിക്കൊടുത്തത്. ആ ദിവ്യ പ്രേരണ ശക്തി കൊണ്ട് സുന്ദരൻ ആ കൃതി പൂർത്തിയാക്കി. പേര് പറഞ്ഞ് കീർത്തിച്ച 62 നായനാർമാർക്ക് പുറമെ തില്ലൈ 3000 ശേഷം സത്യവിശ്വാസികളായ പണ്ഡിതന്മാരും ഏതു സമയത്തും ശിവസ്തുതി വിടാത്തവരും പൊതുവായി ശിവസ്മൃതി വിടാത്തവരും ശിവസ്തുതി ചെയ്യുന്നവരും ചിത്തത്തെ ശിവപാദങ്ങളിൽ അർപ്പിച്ചവരും തിരുവാരൂർ ഒരു കാലത്ത് പിറന്നവരും ശിവലിംഗത്തെ സ്പർശിച്ച് ത്രികാല പൂജ ചെയ്യുവാൻ അർഹരായവരും കൽപ്പം അനുകൽപ്പം വികൽപ്പ വിഭൂതികൾ അണിഞ്ഞവരും ചേര ചോള പാണ്ഡ്യ സ്ത്രീകൾക്കതീതമായി ശൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരും ആയ ഭക്തവിഭാഗങ്ങളും തിരുത്തൊണ്ടകയിൽ സുന്ദര ചേർത്തിട്ടുണ്ട്. 3000 ശേഷം ആദ്യ നമസ്കാരം തിരുനീലകണ്ഠ നായനാർക്കാണ്. ഇതാണ് തിരുത്തൊണ്ടത്തുകയിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തമായിട്ട് പറയുന്ന 62 നായനാർമാർ അവരെ പ്രകീർത്തിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം 6 ഭക്തവിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 3000 ശേഷം ആദ്യ നമസ്കാരം നടത്തുന്നത് തിരുനീലകണ്ഠ നായനാർക്കാണ്. ഇതൊക്കെയാണ് തിരുത്തൊണ്ടത്തുകയുടെ പ്രത്യേകത. ഇതാണ് ദക്ഷിണ ദിക്കിലെ ചോഴ രാജ്യത്തിൻ്റെ പ്രാധാന്യമായിട്ട് ചേക്കിടാസ്വാമി പെരിയ പുരാണത്തിൻ്റെ ആരംഭ ഭാഗത്ത് അനേകം പാടലുകളുടെ വിവരിക്കുന്നത്. അതിൻ്റെ ഒരു രത്ന ചുരുക്കം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. വളരെ മനോഹരമായ കവിതകളാണ്. ശരിക്കും ഒരു മഹാകവിക്ക് മാത്രം എഴുതാൻ കഴിയാവുന്ന അത്യന്ത മനോഹരമായ കവിതകളാണ് ഈ പെരിയ പുരാണം. അത് കാവ്യം എന്ന നിലയിൽ തന്നെ വായിച്ച് പഠിക്കേണ്ടതാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമായ, അത്രയ്ക്ക് സംഗീതാത്മകമായ, കാവ്യാത്മകമായ അനുഭൂതികൾ പ്രദാനം ചെയ്യുന്ന ഒരു കാവ്യമാണ് പെരിയ പുരാണം. നാം അതിൻ്റെ ഏറെക്കുറെ ചുരുക്കം മാത്രമേ ഇവിടെ മനസ്സിലാക്കുന്നുള്ളൂ. ശരിക്കും ആ കവിത വായിച്ച് പഠിച്ച് ചൊല്ലി സ്വയം ആസ്വദിച്ച് ശിവപൂജ നടത്തേണ്ടതാണ്. ഓം ശിവായ നമഃ.